നിമിഷപ്രിയയുടെ മോചനത്തിൽ തലാലിന്റെ സഹോദരനെ തള്ളി സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. തലാലിന്റെ സഹോദരൻ ഫത്താഹ് മഹ്ദി പുറത്തുവിടുന്ന വിവരങ്ങൾ ആധികാരികമല്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നും യമനിലെ തലാൽ ആക്ഷൻ കൗൺസിലിന്റെ വക്താവ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു വക്താവിന്റെ പരാമർശം. വിവരങ്ങളുമായി അനൽക സേതുണ്ട്. അനൽക, ഈ സഹോദരന്റേത് ആധികാരികമല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആശാവഹമായ പ്രതീക്ഷാവഹമായ കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്ന് ഒരു വിഭാഗം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഇടപെട്ട കാന്തപുരത്തിന്റെ ഇടപെടലുകളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് ഈ തലാലിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ഫത്താഹ് മഹദി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം ഫേസ്ബുക്കിലടക്കം ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരത്തിന്റെയും അതോടൊപ്പം തന്നെ യമനിലെ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിനെയും അദ്ദേഹത്തിന്റെ ഇടപെടൽ തള്ളിക്കൊണ്ടൊക്കെ തന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ തന്നെ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ തന്നെ ഈ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ട് യമനിലെ തലാലിന്റെ ആക്ഷൻ കൗൺസിലിന്റെ ഈ വക്താവ് കൂടിയായിട്ടുള്ള യമൻ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ വിസ്വാബി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മതപണ്ഡിതന്മാരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നുമാണ് ഈ സർഹാൻ ഷംസാൻ വിസ്വാബി ഫേസ്ബുക്ക് ലൈവിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഫത്താഹ് പുറത്തുവിടുന്ന വിവരങ്ങളൊക്കെ തന്നെ അതിന് ആധികാരികമല്ലെന്ന കാര്യമാണ് ഈ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. യമൻ ഈ തലാലിന്റെ ആക്ഷൻ കൗൺസിലിന്റെ യമനിന്റെ അകത്തെ സ്പോക്സ് പേഴ്സൺ, അതായത് വക്താവ് കൂടിയാണ് ഈ സർഹാൻ ഷംസാൻ അൽ വിസ്വാബി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്, ഫത്താഹ് പുറത്തുവിടുന്ന വിവരങ്ങളും രേഖകളും ആധികാരികമല്ലെന്നും അത് വ്യാജമാണെന്ന കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യമനി പൗരൻ എന്ന നിലയിലൊക്കെ തന്നെ ഇത് പ്രതികാരക്കൊല നടപ്പിലാക്കണം ആണെന്നാണ് തന്റെ ആഗ്രഹമെന്നും അതായത് ഷംസാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സൂഫി പണ്ഡിതരുടെ ഇടപെടലിലൂടെ അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുമെന്നും സർഹാൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് ലൈവിലാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതായത് വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ വധശിക്ഷ ആദ്യഘട്ടത്തിൽ നീട്ടിവെച്ചിട്ടുള്ളത്. അതായത് യമനിലെ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ റാഫിദ് വഴിയാണ് കാന്തപുരം ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം ഇത്തരത്തിൽ ഈ വധശിക്ഷ നീട്ടിവെച്ചു. പിന്നീട് ജൂലൈ 28-നാണ് ഇത്തരത്തിൽ ഈ അതിനുശേഷം ഈ തുടരുക. ഇപ്പോൾ നമുക്ക് സർഹാൻ ഷംസാൻ അൽ വിസ്വാബിയുടെ ബൈറ്റിലേക്ക് പോകാം, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. تم إلغاء الإعدام بموجب وساطات دولية وشخصيات سياسية ودينية مشهورة. بسبب هذا التدخل تم إلغاء الإعدام. وفي بعض الأشخاص نشروا إنه ما في هذا الخبر، لكن أنا أكد من جديد أن هذا الخبر تم إلغاء الإعدام. في بعد ذلك ورقة انتشرت في وسائل التواصل الاجتماعي، ما أعرف المصدر من وين. الورقة هذه كانت مطالبة بتعجيل القصاص. طبعا احنا مبدئيا وبشكل نهائي احنا مطلبنا اصلا القصاص. احنا مطلبنا القصاص كيمنيين، اي واحد يمني هو مطلب القصاص. സർഹാൻ ഷംസാൻ അൽ വിസ്വാബിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അനൽക, ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അനൽക അത് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇതിൽ കൃത്യമായി അതായത് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് മതപണ്ഡിതരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട്. തലാലിന്റെ സഹോദരൻ ഫത്താഹ് മഹദിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നു. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ട്. ഫത്താഹ് പുറത്തുവിടുന്ന വിവരങ്ങൾ ആധികാരികമല്ലെന്നും സർഹാൻ ഷംസാൻ അൽ വിസ്വാബി പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ റദ്ദാക്കിയ ഘട്ടത്തിലും വധശിക്ഷ നീട്ടിവെച്ച ഘട്ടത്തിലൊക്കെ തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇത്തരത്തിൽ യമനിലെ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിലിന്റെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് വരുന്നത്. അനൽക സേതാണ് വിവരങ്ങൾ നൽകിയത്.